യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ നിന്ന് മാറിപ്പോകരുത്, നിങ്ങൾ ഗലീലയിലേക്ക് പോകരുത്. ആരോടാ യേശു പറഞ്ഞതെന്നറിയാമോ? ഗലീലയിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരോടും ഒരു വലിയ കൂട്ടം ജനം യേശുവിൻ്റെ ഒപ്പം ക്രൂശീകരണത്തിന് മുമ്പ് യെരുശലേമിലേക്ക് വന്നിരുന്നു. അവരോടെല്ലാവരോടും യേശു പറഞ്ഞു, നിങ്ങൾ ആരും തിരിച്ചു പോകരുത്, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കാതെ നിങ്ങൾ മടങ്ങിപ്പോകരുത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മടങ്ങിപ്പോകില്ല. യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഈ ശക്തി നിങ്ങളെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതത്തിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ അവർ യെരുശലേമിൽ ദേവാലയത്തിൽ ദിവസവും പോയി ആരാധിച്ച് സ്തുതിച്ചു പോന്നു എന്ന് നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നു. വാസ്തവത്തിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം 10-ാം ദിവസം, അതായത് 50 എന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് പെന്തക്കോസ്ത് നാൾ, 50-ാം നാൾ, പെസഹയ്ക്ക് ശേഷം വരുന്ന അടുത്ത പെരുന്നാളാണ്. ആ 50-ാം നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇവരെ നിറച്ചു. ഇവരുടെ വായെ നിറച്ചു, ഇവരുടെ ചിന്താമണ്ഡലത്തെ നിറച്ചു, ഇവരുടെ പ്രവർത്തികളെ നിറച്ചു. ഒന്ന് വായെ നിറച്ചു, അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. ഇവരുടെ ചിന്താമണ്ഡലത്തെ നിറച്ചു. ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഭൗമികമായതല്ല, സ്വർഗീയമായതാണ്. അടുത്തത് അവരുടെ പ്രവർത്തികളെ നിറച്ചു. അവർ തൊടുന്നതെല്ലാം അമാനുഷികമായ കാര്യങ്ങളായി. വാക്കുകളും ചിന്തകളും പ്രവർത്തികളും ആടിമുടി മാറ്റിക്കളയുവാൻ പരിശുദ്ധാത്മാവിലുള്ള നിറവിനെ സാധ്യമാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം. ആകയാൽ ഈ വർഷം ഒരു വലിയ കുതിപ്പിനായി നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ, ആ കുതിപ്പ് നമ്മൾ ഒരു ദിവസം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വർഷമല്ല ഈ വർഷം. ഈ വർഷം നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. നമുക്കൊരു പ്രവൃത്തി വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു പ്രവൃത്തി പരാജയമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു ചുവട് വെക്കരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾക്ക് ചുവട് വെക്കാം. കാരണം നിങ്ങളൊരു വിജയമായി മാറും. ഈ വെളിപ്പാടുകൾ, ഈ മർമ്മങ്ങൾ ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ഒരിക്കലും അങ്ങനെയുള്ളൊരു ദൈവ പൈതൽ ലജ്ജിച്ച് പോകാൻ ഇടയാകില്ല. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയ്ക്കായി ദൈവം നമ്മെ കൂട്ടിവരുത്തി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുടെ ആരാധനയും പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവരുടെ ആരാധനയും രണ്ടാണ്. ആത്മാവിൽ നിറഞ്ഞവരുടെ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീക ഗീതങ്ങളും വ്യത്യസ്തമാണ്. അത് സൂപ്പർ നാച്ചുറലായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആരാധനയിൽ അസാധാരണമായ അനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല
soul, know His power in quietness and trust. Find rest, my soul, in Christ alone. Know His power in quietness and trust. And when the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood, and I will be still, know you are God, and I will be still, know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood, and I will be still, know you are God, and I will be still, know you are God. സമുദ്രങ്ങൾ എന്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കും യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. നടക്കാൻ പോകുന്നൊരു കാര്യം നടക്കുന്നതിന് മുമ്പ് പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. യെശയ്യാവ് എന്ന ശ്രേഷ്ഠനായ പ്രവാചകൻ താൻ ആ കാഴ്ച കാണുകയാണ്. എല്ലാവരുടെയും പാപം ഒരുവൻ്റെ മേൽ ചുമത്തി. ആരുടെ? ആടുകളെ പോലെ തെറ്റി ഉഴന്നു പോയ വ്യക്തികളുടെ. 6-ാം വാക്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? 1, നാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ആടുകൾ തെറ്റിപ്പോകുന്ന ഒന്നാണ്. ഇടയനിൽ നിന്ന് കണ്ണു മാറ്റിയാൽ, ഇടയൻ്റെ സ്വരം നഷ്ടപ്പെട്ടാൽ ആടുകൾക്ക് ദിശ അറിയാൻ കഴിയില്ല. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും അവരവരുടെ വഴിക്ക് പോകാം. എന്നാൽ നമ്മെ ആടുകളോടാണ് ദൈവവചനം ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ഇടയനും നിങ്ങൾ ആടുകളുമാണ്. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളെയും ഞാൻ മേയ്ക്കേണ്ടതാകും. ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഞാൻ വാതിലാകുന്നു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു. ആടുകളുടെ ഇടയനല്ലാത്തവർ, കൂലിക്കാരൻ
ചെന്നായി വരുമ്പോൾ ആടിനെ ഇട്ട് ചോടിക്കളയുന്നു. എന്നാൽ ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു. അതായത് ആടുകൾ, തെറ്റിപ്പോയ ആടിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്താനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ആടുകൾ, ഒരു ഇടയൻ്റെ ഒരു കൂട്ടം. സങ്കീർത്തനം 23 പറയുന്ന പോലെ, കർത്താവ് എൻ്റെ ഇടയനാണ്, ഞാൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും പോകും. കൂരിൽ താഴ്വരെ പോയാലും എനിക്ക് പേടിക്കണ്ട, എൻ്റെ ഇടയൻ എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവൻ എന്നെ തിരുനാമ നിമിത്തം നീതി പാതകളിൽ നടത്തുന്നു. ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എനിക്ക് വേണ്ടതെല്ലാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എൻ്റെ പുറകെ വരുന്നു. ദാവീദ് ഒരാടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ഇടയനാക്കി രചിച്ച മനോഹരമായ ഒരു സങ്കീർത്തനം, ഒരു ഗാനം. ഒന്നിനും എനിക്ക് മുട്ടുണ്ടാകില്ല. എന്നാൽ ദൈവത്തെ വിട്ടുപോയാൽ ആ ആടിൻ്റെ ഗതി, അതിന് ആടുകൾക്ക് ദൂരക്കാഴ്ചയില്ല. എന്നാൽ ഇടയന് ദൂരക്കാഴ്ചയുണ്ട്. ഇടയനെ കൂടാതെ ആടുകൾക്ക് ഒരു ദൂരയാത്രയില്ല. ഇടയനെ കൂടാതെ ആടുകൾക്ക് മുന്നേറ്റങ്ങളില്ല. ഇടയനെ കൂടാതെ ആടുകൾക്ക് പച്ചയായ പുൽപ്പുറമില്ല. ഇടയനെ കൂടാതെ ആടുകൾക്ക് സ്വസ്ഥതയുള്ള വെള്ളമില്ല. ഇടയനെ കൂടാതെ ഒരു കൂരിഴ് താഴ്വരയിൽ ആട് പെട്ടുപോയാൽ ആട് ഒരിക്കലും തിരിച്ചു വരില്ല. മാത്രമല്ല, ഈ ആട് ഒരു സാധു ജീവി ആയതുകൊണ്ട് ഇതിനെ കടിച്ച് കീറാൻ ചെന്നായ്ക്കളും സിംഹങ്ങളും കരടികളും ചുറ്റും നടപ്പുണ്ട്. എന്നാൽ ഇടയൻ ഉള്ള കാലത്തോളം ഇതിനെ ആക്രമിക്കാൻ കഴിയില്ല. ദാവീദ് പറയുന്നു, ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും എൻ്റെ ആടിനെ, ആട്ടിൻകൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ പിടിച്ചു. ഞാൻ അവരുടെ വായിൽ നിന്ന് ഈ ആട്ടിൻകുട്ടിയെ പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ ജീവികളെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഒരു കൊതുകിനെ കൊല്ലുന്നത് പോലെ, ഒരു പാറ്റയെ കൊല്ലുന്നത് പോലെ ദാവീദ് അതിനെ തകർത്ത് കളഞ്ഞു. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലുകൂടിയാണ് ആ ഭാഗം. അതായത് നമുക്കെതിരെ വരുന്ന, നമ്മെ പല്ലിനകത്ത് ആക്കുവാൻ നോക്കുന്ന, നമ്മെ വിഴുങ്ങുവാൻ നോക്കുന്ന പൈശാചിക ശക്തികളുടെ നടുവിൽ നാം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ അന്ധകാര വ്യാപാരങ്ങളെ താടിക്ക് പിടിച്ചടിച്ച് തകർക്കുന്ന ഒരു ഇടയൻ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഒരിക്കലും നമ്മെ ഇടയനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയില്ല. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. നീ എനിക്ക് തന്നിട്ടുള്ളവരിൽ വേറെ ആരും നശിച്ചു പോയിട്ടില്ല. അവൻ നശിക്കാനുള്ളവനാണ് യൂദാ. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവൻ ജനിച്ചത് നശിക്കാനാണ്. എന്നാൽ നീ എനിക്ക് തന്നിട്ടുള്ളതിൽ വേറെ ആരും നശിച്ചു പോയിട്ടില്ല. ഞാൻ നിന്റെ നാമത്തിൽ അവരെ കാത്തു. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആടുകളാണ്, നിങ്ങളൊരു കൊമ്പാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്. നിങ്ങൾക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, സ്വയമായിട്ട് ഫലം കായ്ക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നിലാണോ, നിങ്ങളിൽ വളരെയധികം ഫലമുണ്ടാകും. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇടയനില്ലാത്ത ഒരാടിൻ്റെ അവസ്ഥ ഏറ്റവും അപകടകരമാണ്. അതുകൊണ്ട് ദൈവം ആദാമിനെ, ഹൗവയെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടെ നടക്കാൻ. അതിൻ്റെ അർത്ഥം, ദൈവത്തെ പിരിഞ്ഞാൽ ആദാമും ഹൗവയും വൻ പരാജയമാണ്. മരണം, രോഗം, ശാപം, തകർച്ച, എല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നുകൂടിയ അബദ്ധങ്ങളാണ്. എന്നാൽ ഒടുക്കത്തെ ആദാമായി കടന്നു വന്ന യേശു ക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തെ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിച്ചില്ലേ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകില്ല. നമ്മൾ കാണാതെ പോയ ആടുകളുടെ കൂട്ടത്തിലായിരുന്നു. ഒന്ന്,
നാം ആടുകളെ പോലെ തെറ്റിപ്പോയി ശരിയായ വഴിയിലേക്ക് പോകാൻ കഴിയാതെ ഏതോ തെറ്റിലേക്കെല്ലാം തെറ്റിപ്പോയിരുന്നു നാം എല്ലാവരും. അതാണ് അവിടെ പറയുന്നത്, നാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഒരാൾ പോലും ശരിയിലേക്ക് പോകുന്നില്ല. ന്യായപ്രമാണം പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ പോലും പിന്നത്തേതിൽ തെറ്റിപ്പോയി. ഈ സത്യത്തിൽ നിൽക്കാൻ കഴിയാതെ എല്ലാവരും ആടി ഉലഞ്ഞ് തെറ്റിപ്പോയതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാം ഒരിടയനായി കടന്നു വന്ന് അവൻ സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്താൻ തുടങ്ങി. അതുകൊണ്ട് യേശുവിൽ ആശ്രയം വയ്ക്കുന്ന ഒരാളും തെറ്റിപ്പോകില്ല. യേശുവിൽ മുറുകെ പിടിക്കുന്ന, യേശുവിൽ അഭയമാകുന്ന, യേശുവാകുന്ന സങ്കേത നഗരത്തിൽ ഓടി വരുന്ന ആർക്കും ഇനി തെറ്റിപ്പോകാൻ കഴിയില്ല. ഈ പുതിയ വർഷം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ തെറ്റിപ്പോവുകയില്ല, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾ തകർന്നു പോവുകയില്ല. നിങ്ങൾ ഒരു വൻ വിജയമായി ദൈവം നിങ്ങളെ ഇതുവരെയും മുന്നോട്ട് പോകാൻ കഴിയാതെ പല വഴിക്ക് തിരിഞ്ഞുപോയ ഓരോ വ്യക്തികളെയും ശരിയായ ലക്ഷ്യത്തിലേക്ക്, ദിശയിലേക്ക് തിരിക്കുമെന്നുള്ള സത്യം ഓരോരുത്തരും അറിയണം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിയിരുന്നു. അടുത്തത്, ഓരോരുത്തൻ താൻ്റെ വഴിയിൽ തിരിഞ്ഞു. ഒരുമിച്ച് തിരിയുന്ന കൂട്ടമാണ് ആടുകൾ. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ആടുകൾ കൂട്ടമായി നടക്കാം. എന്നാൽ ഓരോരുത്തർ വേറെ വേറെ വഴിയിൽ, അതായത് ഒരു ഇടയനും ഒരു ആട്ടിൻ പറ്റവുമായി തീരണം. ക്രിസ്തു തലയും അവയവങ്ങളെല്ലാം ചേർന്ന് ഒരു ശരീരവും. ഇതാണ് സഭ. ഇതുപോലെ ആയിരിക്കേണ്ടതിന് പകരം ഓരോരുത്തൻ്റെ വഴിയിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. ആട്ടിൻകൂട്ടങ്ങളെല്ലാം ഒന്നിച്ചായിരിക്കണം. ഒരു ഇടയൻ്റെ കീഴെയാണ്. ഇടയൻ പോകുന്ന വഴിയേ പോകാവൂ. കൊരിന്തിയ സഭയിലേക്ക് വരുമ്പോൾ പൗലോസ് സങ്കടത്തോടെ പറയുകയാണ്, നിങ്ങൾ പലരുടെ പക്ഷം ചേർന്നിരിക്കുന്നു. ചിലർ അപ്പൊല്ലോസിൻ്റെ പക്ഷം, ചിലർ പത്രോസിൻ്റെ അല്ലെങ്കിൽ കേഫാവിൻ്റെ പക്ഷം, ചിലർ പൗലോസിൻ്റെ പക്ഷം, വേറെ ചിലർ പറയണം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷമാണ്. പൗലോസ് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്നിച്ച് യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നതിന് പകരം കൃപകളുടെയും വരങ്ങളുടെയും പ്രസംഗത്തിൻ്റെ പാടവത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ മനുഷ്യരെ അനുഗമിക്കുന്നുവോ? നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഒന്നിച്ച് യാത്ര ചെയ്യണം. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ രക്ഷിക്കപ്പെട്ട കൂട്ടവും ഒരാട്ടിൻ പറ്റമാണ്. എന്നാൽ പിശാച് പലതിനെയും ഒന്നിപ്പിക്കാതെ ഭിന്നിപ്പിച്ച് ഭൂമിയിലുള്ള മറ്റുള്ളവരെക്കാൾ ഭിന്നതയിലാണ് ഇന്ന് ദൈവസഭകൾ പോകുന്നത്. ഓരോരുത്തൻ താൻ്റെ വഴിയിലേക്ക് തെറ്റിപ്പോയിരുന്നു. ഇല്ല, നമുക്കിനി സ്വന്തം വഴിയിൽ തിരിയാൻ കഴിയില്ല. നമ്മുടെ മുൻപിൽ ഒരു ഇടയനുണ്ട്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ ആ വാക്കിൽ തന്നെയുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് യേശുവാണ്. ഇനി ഞാൻ എങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും? എൻ്റെ നിയന്ത്രണം യേശുവിലാണ്. എൻ്റെ മുഴുവൻ നിയന്ത്രണം യേശുവിലാണ്. നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്ന വലിയ ടെലിവിഷൻ, ആ വലിയ ടെലിവിഷൻ്റെ നിയന്ത്രണം മുഴുവനും ഒരു ചെറിയ റിമോട്ടിൽ സെറ്റ് ചെയ്യുന്നു. ഇതുപോലെയാണ് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു നിയന്ത്രണമാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് വേണ്ടത്. നാം നമ്മുടെ വഴിയിൽ ഇനി പോകരുത്, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ പോകരുത്, നമ്മുടെ ചിന്താഗതിയിൽ പോകരുത്. എൻ്റെ അഭിപ്രായം എനിക്കിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരേ ഡയറക്ഷനിൽ ദൈവം ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ ദിശയിലേക്ക് നാം തിരിയണം. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും
അവ അണിയായി പുറപ്പെടുന്നു എന്ന് വേദപുസ്തകത്തിൽ കാണുന്നു. അതായത് വെട്ടുക്കിളികൾ ഒരു വലിയ കാറ്റിന് കാത്തിരിക്കുകയാണ്. വെട്ടുക്കിളിക്ക് ഒരു 10 മീറ്ററിന് കൂടുതൽ പറക്കാൻ കഴിയില്ല. എന്നാൽ വെട്ടുക്കിളിക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടാനുള്ള ആവേശമുണ്ട് താൻ. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ആ വെട്ടുക്കിളികൾ, ലക്ഷക്കണക്കിന് വെട്ടുക്കിളികൾ, അവർ ഒരു വലിയ കാറ്റിന് കാത്തിരിക്കും. ചെറിയ കാറ്റുകൾ വന്നാൽ അവർ അനങ്ങില്ല. ഇനി അല്പം വലിയ കാറ്റ് വന്നാലും അവർ മാക്സിമം ആ വൃക്ഷക്കൊമ്പുകളിൽ അവർ ആ ഇലകളിലെല്ലാം മുറുകെ പിടിച്ചിരിക്കും. എന്നാൽ അതിശക്തമായ ഒരു കാറ്റിൻ്റെ മുഴക്കം അവർക്കറിയാം. അത് വന്നാൽ ഒറ്റ വെട്ടുക്കിളി പോലും പറക്കാതിരിക്കില്ല. അവർ ഒരുമിച്ച് പറന്ന് കാറ്റിലേക്ക് വീഴും. പിന്നെ അവിടെ വെറുതെ നിന്നുകൊടുത്താൽ മതി. കാറ്റവരെ ഒരു രാജ്യത്ത് നിന്ന് കടൽ കടത്തി മറ്റൊരു രാജ്യത്ത് കൊണ്ടുവരും. അങ്ങനെയാണ് ആഫ്രിക്കയിലുള്ള വെട്ടുക്കിളികൾ വടക്കേ ഇന്ത്യയിൽ വരുന്നു, രാജസ്ഥാനിലെ വയലുകളിൽ വരുന്നു. എങ്ങനെ വരുന്നു? അവർ ആശ്രയിക്കുന്നത് ഒരു വലിയ ശക്തിയെയാണ്. ഇതുപോലെ നാം ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യേശുവിലേക്ക് പറന്നു വീണാൽ, യേശുവിൽ ആശ്രയിച്ചാൽ, യേശു അടിക്കുന്ന ഉണർവിൻ്റെ കാറ്റിനകത്ത് നമുക്ക് ഒരുമിച്ച് പറക്കാനും ഇന്ന് വരെ ആരും കാണാത്ത ഒരു ഉണർവിൽ പറന്ന് ലക്ഷ്യത്തിലേക്ക് പോയി വീഴാനും നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ താന്താൻ്റെ വഴി തിരഞ്ഞെടുത്ത് ലക്ഷ്യത്തിലേക്ക് പോകുന്നവർ പിന്നത്തേതിൽ കരയേണ്ടി വരും. സ്വന്തം തീരുമാനമെടുത്ത് പോയവരുണ്ട്. ഓർപ്പ സ്വന്തം തീരുമാനമെടുത്ത് തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ രൂത്ത് ഒരു തീരുമാനമെടുത്തു. നവോമിയുടെ ദൈവമാണ് എൻ്റെയും ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമാണ് എൻ്റെയും ദൈവം. ആ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് എന്തു പറ്റി? അവൾ ആ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തിയ ആ ദിവസത്തിൻ്റെ അതിരാവിലെ അവൾ തന്നോട് കരുണ കാണിക്കുന്ന ഒരു വയലിലേക്ക് താൻ കടന്നുപോയി. കടന്നു ചെന്നതോ കൃത്യമായും ബോവസിൻ്റെ, തൻ്റെ വീണ്ടെടുപ്പുകാരനായ ബോവസിൻ്റെ വയലിലാണ്. കർത്താവിൻ്റെ കയ്യിലാണോ കൃത്യമായി പറന്ന് വീഴേണ്ടടുത്ത് നാം പറന്നു വീഴും. കൃത്യമായി ചെന്ന് വീഴേണ്ട ഭാഗ്യവശാൽ തൻ്റെ വീണ്ടെടുപ്പുകാരനായ ബോവസിൻ്റെ വയലിലത്രേ അവൾ എത്തിച്ചേർന്നത്. അതുകൊണ്ട് അവൾക്ക് പെറുക്കുവാനും, അവൾക്ക് കഴിക്കുവാനും, അവൾക്ക് കുടിക്കുവാനും, അവൾക്ക് വീണ്ടും അളന്നു കിട്ടുവാനും, പിന്നത്തേതിൽ ആ വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പിൻ്റെ കീഴെ ആശ്രയിക്കാനും, പിന്നത്തേതിൽ ആ വീണ്ടെടുപ്പുകാരൻ്റെ കുടുംബമായി തീരുവാനും അവൾക്ക് കഴിഞ്ഞു. ഇതിൻ്റെ പേരാണ് ദൈവകൃപ. നാം നമ്മുടെ വഴിയിൽ ഓർപ്പയെപ്പോലെ നമ്മുടെ തീരുമാനത്തിൽ പോയാൽ നമുക്ക് ഈ വലിയ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. എന്നാൽ കർത്താവിലേക്ക് നമ്മൾ ഒരു ഉറച്ച തീരുമാനത്തോടെ ആശ്രയം വെച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. താൻ്റെ വഴിയിലേക്ക് പോയവർക്ക് വേണ്ടി എന്ത് ചെയ്തു യേശു? നമ്മുടെ അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി. 6-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി. നാം ശരിയായ ഡയറക്ഷനിലേക്ക് പോകാൻ, നാം തെറ്റിപ്പോയ അവസ്ഥയിൽ മടങ്ങി വരാനും ശരിയായ ഡയറക്ഷനിലേക്ക് പോകാനും നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശുവിൻ്റെ മേൽ വന്നു. നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് നമ്മൾ ശരിയായ ഒരു ഡയറക്ഷനിലാണ്. ജീസസ് എവരി ഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ പോലും ജനങ്ങളെ മുഴുവനും ശരിയായൊരു ഡയറക്ഷനിലേക്ക് തിരിക്കുന്നതാണ്. മരണത്തിനപ്പുറമുള്ള നിത്യത, ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരം, മരണാനന്തര ജീവിതം, നിത്യജീവൻ എന്ന ദൈവത്തിൻ്റെ അനന്തമായ വലിയ പദ്ധതി, ക്രൂശിലൂടെ സാധ്യമായ, ക്രൂശിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആ പുതിയ പദ്ധതി, ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ. നമ്മളിപ്പോൾ തെറ്റിപ്പോയവരല്ല, തെറ്റിൽ നിന്ന് തിരിഞ്ഞു വന്നവരാണ്. കർത്താവ് നമ്മെ എല്ലാം ആകർഷിച്ച് പുത്രൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ അനുഗ്രഹീതരാണ്. അലഞ്ഞുപോയ, ഉഴന്നു നടന്ന,
സ്വന്തം വഴിയിലേക്ക് പോയ എല്ലാവരെയും കർത്താവ് മടക്കി വരുത്തി. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണ്. കേട്ടോ മകളെ, ഈ വയൽ വിട്ട് എങ്ങും പോകേണ്ട. കർത്താവിന് പറയാനുള്ളത്, ഇവിടം വിട്ട് പോകരുത്. ഇവിടെ താമസിച്ചു കൊള്ളുക, ഇവിടെ നിന്ന് കുടിച്ചു കൊള്ളുക, ഇവിടെ നിന്ന് കഴിച്ചു കൊള്ളുക, ഇവിടെ വിശ്രമിച്ചു കൊള്ളുക. നിനക്ക് പെറുക്കുവാനുള്ളതെല്ലാം ഈ വയലിനകത്തുണ്ട്. നിനക്ക് ജീവിക്കാനുള്ളതും നിന്റെ ഉയർച്ചയ്ക്കുള്ളതെല്ലാം ഈ വയലിലുണ്ട്. നല്ലവനായ ബോസിന് നമ്മോട് പറയാനുള്ളത്, യേശു കർത്താവിന് പറയാനുള്ളത്, നീ ഈ വയലിലെത്തിയെങ്കിൽ ഇനി നീ നിന്റെ ഡയറക്ഷനിൽ പോകരുത്. ഞാൻ നിനക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. ആ യേശുവിലേക്ക് നമുക്കൊന്നുകൂടി ആശ്രയം വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരും സ്വന്തം വഴികളെ, സ്വന്തം ജീവിത ശൈലിയെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് വിധേയപ്പെട്ടു വരാനും ജീവിതത്തെ കർത്താവിൽ ബലപ്പെടുത്താനും ഈ മക്കളെ സഹായിക്കണം. സ്വന്തം വഴിയിൽ ആരും നടക്കരുത്. ദൈവവചനം വിട്ട് ആരും പോകരുത്. ആത്മനദിയിൽ അല്ലാത്ത ഒരു ഒഴുക്ക് ഇവർക്ക് പാടില്ല. പിശാച് ഇവരെ വലുതും വിശാലവുമായ വഴിയിലൂടെ വലിച്ചുകൊണ്ട് പോകരുത്. ഇടുക്കവും ഞെരുക്കവുമാണെങ്കിലും അത് നിത്യതയിലേക്കുള്ള ശ്രേഷ്ഠ വഴിയാകയാൽ ആ വഴിയിലൂടെ ലക്ഷ്യത്തിലേക്ക്, പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടാൻ ഓരോ വ്യക്തികൾക്കും ഒരുമിച്ച് ഓടാൻ, സഭയായി ഓടാൻ എല്ലാ വ്യക്തികൾക്കും കൃപ കൊടുക്കണം. പലരായ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്നത് പോലെ കർത്താവെ, ഇന്ന് ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമാകുമാറ് അവിടുന്ന് ഞങ്ങളെ ആക്കി വെച്ചതുപോലെ എന്നുമായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ ശാപങ്ങളും പിശാചു വലിച്ചു കൊണ്ടുപോയി ചണ്ടി കൂമ്പാരം പോലെ ആക്കാൻ നോക്കിയ പിശാചിൻ്റെ പദ്ധതികളെല്ലാം ഞങ്ങൾ തകർത്തെറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ ഈ മക്കളുടെ മേൽ വരട്ടെ. രൂത്തിനെ പോലെ ശരിയായ സ്ഥലങ്ങളിൽ ഇവർ കാല് കൊണ്ടുവന്ന് എത്തിക്കട്ടെ. ഇവരുടെ ജീവിതത്തിൻ്റെ ശരിയായ സ്ഥലത്ത് ഇവരെത്തിച്ചേരട്ടെ. ഓരോ പ്രായത്തിൽ എത്തിച്ചേരേണ്ടടുത്ത് ഈ മക്കൾ എത്തിച്ചേരട്ടെ. സമാധാന നദി ഒഴുകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൽ ആശ്രയിക്കാം, യേശുവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.